വയനാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ഗ്രീഷ്മ, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കളക്ടറേറ്റ് പരിസരത്തു നിന്നാണ്. ഇപ്പോൾ അവലോകന യോഗം നടക്കുകയാണ്. എല്ലാം 4 മന്ത്രിമാരും സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം ചേരുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റർ സംഘം അല്പം മുമ്പാണ് യാത്ര തിരിച്ചത്. മോശം കാലാവസ്ഥ കാരണം അവർ രാവിലെ 8 മണിക്കായിരുന്നു തുടങ്ങാനിരുന്നതെങ്കിൽ പോലും മോശം കാലാവസ്ഥ കാരണം അല്പസമയം മുമ്പാണ് അവരുടെ തെരച്ചിലിന് തുടക്കം കുറിച്ചത്. കേരള പോലീസിലെ ഡോഗ് സ്ക്വാഡും അതോടൊപ്പം ചേർന്നുണ്ട്. സേനാംഗങ്ങളോടും കേരള പോലീസും അതുപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഇന്ന് വെള്ളച്ചാട്ട മേഖലയിൽ, സൂചിപ്പാറ അടക്കമുള്ള വെള്ളച്ചാട്ട മേഖലകളിൽ ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. മറ്റൊന്ന്, നാളെ ജനകീയ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്ക് തദ്ദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അല്പം വാർത്താ ലേഖകരെ അറിയിക്കുകയുണ്ടായി. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നതെന്ന്, കേരളം കാണുന്നതെന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഈ അല്പസമയം കഴിഞ്ഞാൽ തുടർന്ന് ഈ SPG ഉദ്യോഗസ്ഥരുടെ അടക്കം ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇന്നും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരാളുടെയെങ്കിലും ഒരു ചെറിയ ഒരു വിരലിന്റെ അറ്റമെങ്കിലും കണ്ടാൽ അത് ഒരു കുടുംബത്തിന് തിരിച്ചറിയാനാകുമെന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ, ബന്ധുജനങ്ങൾക്ക് തിരിച്ചറിയാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു രീതിയിലാണ് തെരച്ചിലിന് തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ആളെയും കണ്ടെത്തിയതിനു ശേഷം മാത്രമേ തെരച്ചിൽ, ആ രീതിയിലേക്കുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തായാലും തെരച്ചിലിന്റെ അവസാന ഘട്ടത്തിലേക്കെന്നാണ് നമ്മുടെ മന്ത്രിമാരെല്ലാം പറഞ്ഞിരുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അല്പസമയത്തിനകം ഇതിന്റെ മീറ്റിംഗ് ആരംഭിക്കും. വയനാട്ടിൽ നിന്നും ശ്രീകുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.